ഹായ് ഓൾ, ഞങ്ങളുടെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഞങ്ങൾ ഇന്ന് കിച്ചൻ്റെ ബാക്ക്ഗ്രൗണ്ട് കാണുമ്പോൾ തന്നെ മനസ്സിലാവും ഒരു കുക്കിംഗ് വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോണത് മുട്ടയും മാങ്ങിയിട്ടിട്ടുള്ള ഒരു കൂട്ടാനാണ്. പെട്ടെന്ന് ചെയ്യാൻ പറ്റും എന്നൊന്നും ഞങ്ങൾ പറയുന്നില്ല, അത്യാവശ്യം കാര്യങ്ങളൊക്കെ ചെയ്യണം. അപ്പം നമുക്കത് എങ്ങനെയാണ് ചെയ്യേണ്ടത് നമുക്ക് സാധനങ്ങൾ: മാങ്ങ ചെറുതായിട്ട് നുറുക്കി കഴുകിയെടുത്ത് വെച്ചത്, അതിൽ പച്ചമുളക് കുറച്ച് ചതച്ച്, ഇഞ്ചി തഴച്ചത്, ചുവന്നുള്ളി തഴച്ചത്, കുറച്ച് വേപ്പിൻ്റെ ഇല, ഇതൊക്കെ ഇട്ട് കൂട്ടി നല്ലോണം തിരുമ്പുക. ഇതൊക്കെ കൂട്ടി തിരുമ്പിയിട്ട് ആവശ്യത്തിനുള്ള മുളക് പൊടി ഒരു 1.5 ടീസ്പൂൺ, നമുക്ക് കുറച്ച് എരിവ് വേണം. ഓക്കെ. 1 ടീസ്പൂൺ മല്ലിപ്പൊടി, കുറച്ച് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് ഉപ്പ്. എന്നിട്ട് ഇതെല്ലാം ഇട്ടിട്ട് ഇനി ഒരു തിരുമ്പ് കുറച്ച് ആവശ്യത്തിന് വെള്ളം ഒഴിക്കുക. നമ്മൾ അടുപ്പത്ത് വെച്ചു. ഇനി ഇതൊന്ന് അടച്ചു വെച്ച് നമ്മൾ തിളപ്പിക്കാൻ വിടണം അല്ലേ? ഈ കൂട്ടൊക്കെ തിളച്ച് വരുമ്പോഴേക്കും ആവശ്യത്തിനുള്ള മുട്ട പുഴുങ്ങി വെക്കുക. എന്നിട്ട് ഒരു തിളച്ചത് മുട്ട അതിനകത്തിട്ട് ഇടുക, അതിൻ്റെ ഉള്ളിൽ എടുത്തിടുക. അപ്പോൾ എരും പുളിയൊക്കെ മുട്ടയിൽ അത് നല്ല തിളച്ച് വരുമ്പോൾ ആ മുളക് പൊടിയുടെ പച്ചമണമൊക്കെ പോകുമ്പോൾ കുറച്ച് നാളികേരം, പിന്നെ അതിൽ കുറച്ച് പെരുംജീരകം, എന്നിട്ട് 2-3 ചെറിയുള്ളി, അത് നമ്മുടെ ആവശ്യത്തിന്. കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നല്ല നൈസായിട്ട് അരയ്ക്കുക. പേസ്റ്റ് പോലെ അരച്ച് സൈഡിൽ നമ്മുടെ കറി ഇങ്ങനെ തിളച്ച് വരുന്നുണ്ട്. അപ്പം അത് നല്ലോണം അരച്ചു അല്ലേ? നാളികേരം നല്ലോണം അരച്ച് അത് അതിലൊഴിക്കുക. ഓക്കെ. നല്ല രീതിയിൽ ഒന്ന് ഇളക്കി കൊടുക്കുക. ഇപ്പൊ കളറ് മാറിയല്ലേ അതിൻ്റെ? എന്നിട്ട് ഉപ്പും പുളിയൊക്കെ പാകത്തിന്, ഉപ്പില്ലെങ്കിൽ ഉപ്പിടാം, പുളി ഇല്ലെങ്കിൽ ഇച്ചിരി വിനാഗിരി ഒഴിക്കുക. ഓക്കെ. പുളിയില്ലാത്ത മാങ്ങയാണെങ്കിൽ കുറച്ച് വിനാഗിരി ഒഴിച്ചാൽ മതി. അതിൽ ചൊർക്ക്, ഇവിടെ വിനാഗിരി എന്ന് പറയും, ചൊർക്ക് എന്താ പറയാന്നറിയില്ല. അപ്പോൾ കൂട്ടാൻ്റെ വെപ്പ് തന്നെയാണ്. മീനിന് പകരമായിട്ട് നമ്മളതിൽ മുട്ട ഇടുന്നു, അത്രയുള്ള വ്യത്യാസം. സെയിം മീൻ കറിയുടെ പോലെ തന്നെ, പക്ഷെ അതിന് പകരം മുട്ട ഇടണം നമ്മൾ. ഒരു പ്രാവശ്യം കഴിച്ച് നോക്കാൻ പറയും, നല്ല ടേസ്റ്റ് ഉണ്ടാവും, എല്ലാവർക്കും ഇഷ്ടമാവും. ഇനി ഇത് കാച്ചാനായിട്ട് ചെറിയുള്ളി മാത്രം മതി അല്ലേ? ചെറിയുള്ളി വേപ്പിൻ്റെ ഇല മാത്രം മതി. അപ്പോൾ ദേ നമ്മുടെ കൂട്ടം തിളച്ച് വരുന്നുണ്ട്. തൃശ്ശൂർ സ്റ്റൈലാണോ എന്ന് ചോദിച്ചാൽ ഞങ്ങൾക്കറിയില്ല അല്ലേ. അമ്മ ഒല്ലൂരായിരുന്നു, അപ്പോൾ ഒല്ലൂർക്കാർ ഇങ്ങനെയൊക്കെ ചെയ്യുന്നതാണ് അമ്മ പഠിച്ചു വന്നിരിക്കുന്നത്. അപ്പോൾ ഞങ്ങൾ ശരിക്കും പറഞ്ഞാൽ നാട്ടിലുമല്ല പ്രവാസികളും അല്ല, അങ്ങനത്തെ ഒരു ജീവിതമാണ് ഞങ്ങളുടെ. ഞങ്ങൾ ശരിക്കും തമിഴ്നാട്ടിലായിരുന്നു. ഞാൻ ജനിച്ചു വളർന്നതൊക്കെ തമിഴ്നാട്ടിലായിരുന്നു. അപ്പോൾ അമ്മയ്ക്ക് അവിടുത്തെ സ്റ്റൈല് കുക്കിങ്ങും അറിയാം, അതേപോലെ ഇവിടുത്തെ സ്റ്റൈല് കുക്കിങ്ങും അറിയാം. അപ്പോൾ അതിലൊരു കൂട്ടാനാണിത് അതല്ലേ? അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം. നമുക്കിപ്പോൾ എന്തായാലും നോക്കാം. ഇത് നമ്മളതെടുത്ത് മാറ്റി, അത് കഴിഞ്ഞിട്ട് നമ്മളിത് ഇപ്പോൾ കാച്ചാൻ പോവാണ്. അപ്പോൾ കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കുക, ചുവന്നുള്ളിയും വേപ്പിൻ്റെ ഇലയും. അപ്പോൾ ബ്രൗൺ കളറായി വന്നിട്ടുണ്ട്. ഇനി നമ്മളെടുത്ത് ഒഴിക്കാം. കാര്യം കഴിഞ്ഞു അല്ലേ? അത്രയാണ്. അപ്പോൾ ദേ നമ്മുടെ മുട്ടക്കുട്ടൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞങ്ങൾ എന്തായാലും ഭക്ഷണം കഴിക്കാൻ പോവുകയാണ്. നല്ല ചൂട് ചോറിൻ്റെ ഒപ്പം ഒഴിച്ച് കഴിക്കാൻ പറ്റിയ ഒരു കറിയാണ്. അപ്പോൾ നിങ്ങൾ എന്തായാലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇത് ചപ്പാത്തിൻ്റെ ഒപ്പം കൂടി കൂട്ടാൻ പറ്റും കേട്ടോ. എന്ന് വെച്ചാൽ പുളിയും എരിവും കൂടിയിട്ടുള്ള ഒരു ടേസ്റ്റ് അത് വേറെ തന്നെയാണ്. അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് അതേപോലെ സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യാം കേട്ടോ. വീണ്ടും വേറൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ.